ചർമ്മ സംരക്ഷണത്തിനായിട്ട് പച്ചമഞ്ഞളും ആര്യവേപ്പിലയും മഞ്ചട്ടിയും ചന്ദനവും കറ്റാർവാഴയും കുങ്കുമാതി തൈലവും അതുപോലെ തന്നെ രാമച്ചു ഈ പറഞ്ഞതൊക്കെ തന്നെ ചർമ്മ സംരക്ഷണത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഔഷധ ദ്രവ്യങ്ങൾ തന്നെയാണ്. ഇത് ചേർത്ത് തയ്യാറാക്കുന്ന ഒരുപാട് ആയുർവേദ ഔഷധങ്ങളുണ്ട്. ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട്. എന്താണ് ആയുർവേദത്തിന്റെ വ്യത്യാസം? ചർമ്മ സംരക്ഷണത്തിനായിട്ട് നിത്യജീവിതത്തില് രാത്രികാലങ്ങളിൽ രാവിലെ ഉച്ചയ്ക്ക് പകല് ഭക്ഷണത്തില് ജീവിത രീതികളിലൊക്കെ വരുത്തേണ്ടതായ ചില മാറ്റങ്ങൾ, ചില ചിട്ടകള്, ഇതെല്ലാം തന്നെ ഒന്ന് വ്യത്യാസപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിൽ കാണാം. അതിന്റെ തിളക്കവും ചർമ്മത്തിന്റെ ആരോഗ്യവും അതിന്റെ എലാസ്റ്റിസിറ്റിയും അതിന്റെ സോഫ്റ്റ്നെസ്സും ഇതൊക്കെ നിലനിർത്തുന്നതിനും മറ്റ് കലകളും പാടുകളും സ്കിൻ ടാഗ്സും നിറവ്യത്യാസങ്ങളും മറ്റു പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങളും നിയന്ത്രിക്കുന്നതിന് പോലും ഈ കാര്യങ്ങളൊന്നും നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായിട്ടും വളരെയധികം മാറ്റം ഉണ്ടാകുന്നതാണ്. അത് മുഴുവൻ വളരെ ചുരുക്കത്തിലും വേഗത്തിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. അപ്പൊ അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ആയുർവേദ ശാസ്ത്രത്തെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള സംഗതികൾ വളരെ കുറച്ചേ പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ആയുർവേദത്തിൽ പ്രധാനമായിട്ടും വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി ഈ രീതിയിൽ മനുഷ്യ ശരീരത്തെ തരം തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കഫപ്രകൃതിക്കാരന് പറഞ്ഞിട്ടുള്ള സംഗതികൾ ഔഷധ ദ്രവ്യങ്ങളായാലും ഭക്ഷണ രീതികളായാലും ജീവിത രീതികളായാലും അത് പിത്തപ്രകൃതിക്കാരനോ വാദപ്രകൃതിക്കാരനോ അനുയോജ്യമായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ വാദപ്രകൃതിക്കാരന് പറഞ്ഞു വെച്ചിട്ടുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും ചിട്ടകളും ഔഷധങ്ങളും കഫപ്രകൃതിക്കാരന് പറ്റിക്കൊള്ളുന്നില്ല. ഇനി ഇതിന്റെ സമ്മിശ്രണമായിട്ട് വാദപിത്തദോഷം, പിത്തകഫദോഷം ഈ രീതിയിലും ശരീരപ്രകൃതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വലും ഓരോ വ്യക്തികളും യൂണിക്കാണ്. നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രം, ഇതുപോലെ മറ്റൊരാളില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ദേഹപ്രകൃതിയും ശരീരപ്രകൃതിയും തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ചിട്ടപ്പെടുന്നതാണ്. ഇനി ചർമ്മ സംരക്ഷണത്തിന് മാത്രമല്ല കേട്ടോ, ആയുർവേദ ശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ എല്ലാ സംഗതികളിലും എല്ലാ രോഗങ്ങളിലും ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളിലും ഇത് അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് പൊതുവായ ഒരു സംഗതി എല്ലാവർക്കും എല്ലായ്പ്പോഴും പറ്റിക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വാദപ്രകൃതിക്കാരന്റെ പ്രത്യേകതകൾ, പിത്തപ്രകൃതിക്കാരന്റെ പ്രത്യേകതകൾ, കഫപ്രകൃതിക്കാരന്റെ പ്രത്യേകതകൾ ഇതൊക്കെ ഓരോരുത്തരുടെയും ചർമ്മത്തില് ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കണേന്നും അറിഞ്ഞു വെക്കാം. അത് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. വാദപ്രകൃതിക്കാരന്റെ ചർമ്മം എപ്പോഴും ഇങ്ങനെ ഡ്രൈ സ്കിൻ ആയിരിക്കും, രൂക്ഷത കൂടുതലായിരിക്കും, ചുളിവുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും, അതുപോലെ റഫ്നെസ് കൂടുതലായിരിക്കും, ഹാർഡ്നെസ് കൂടുതലായിരിക്കും. ആ സോഫ്റ്റ്നെസ്സും മാർദ്ദവും ഒന്നും കഫപ്രകൃതിക്കാരന്റെ അത്ര വാദപ്രകൃതിക്കാരന്റെ ചർമ്മത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം. അതുപോലെ ഈ ഡ്രൈനെസ് അമിതമായിട്ട് വർദ്ധിച്ചുണ്ടാകാൻ സാധ്യതയുള്ള പല രോഗാവസ്ഥകളുണ്ട്. ചൊറിച്ചില്, ഡ്രൈ സ്കിന്ന്, ചുളിവുകള്, ഫ്ലേക്കുകള്, പൊളിഞ്ഞു വരിക, താരൻ കൂടുതലായിട്ട് ബാധിക്കുക, സോറിയാസിസ് പോലുള്ള രോഗാവസ്ഥകൾ, ഇതിനൊക്കെ സാധ്യത കൂടുതലാണ് വാദപ്രകൃതിക്കാരനായിട്ട് ജനിച്ചിട്ടുള്ളവന്. വാദപ്രകൃതിക്കാര് ഇത്തരം സംഗതികൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വെള്ളം ധാരാളം കുടിക്കുന്നത് ഇത്തരക്കാർക്ക് അനിവാര്യമാണ് കേട്ടോ, അത് മറക്കണ്ട. അതുപോലെ തന്നെ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയാണ് നമ്മുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടതായ പോഷകങ്ങൾ, നറിഷ്മെന്റ് നൽകുന്നതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ചർമ്മ സംരക്ഷണത്തിന് മാത്രമല്ല നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് സഹായകരമാകുന്ന 2 ടിപ്പാണ് ഈ പറഞ്ഞേട്ടോ. ഇനി പിത്തപ്രകൃതിക്കാരുടെ ചർമ്മത്തിന് എളുപ്പത്തില് വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റ് റാഷസ്, സൂര്യതാപം, സൂര്യാഘാതം ഇത്തരം സംഗതികൾ പിടിപെടാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇവരൊക്കെ ഒന്ന് വെയിലത്തേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുവപ്പ് നിറയി മാറും. അതുപോലെ ചുവപ്പ് നിറവും ചുടുകുരുകളും ചുവന്ന് കുരുകുനാണ് ഇങ്ങനെ തടിച്ച് കുരുക്കൾ വരിക, ഹീറ്റ് റാഷസ് ഇത്തരം സംഗതികളൊക്കെ കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ രക്തദൂഷ്യവുമായി ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥകൾ ഇവർക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. വളരെ സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും. അല്പം സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർ പെട്ടെന്ന് ചുവന്നു വരുന്നത് കാണാം. ഇതൊക്കെ ഈ പിത്തദോഷം വർദ്ധിച്ചിരിക്കുന്ന പിത്തപ്രകൃതിക്കാരുടെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ഈ രക്തദൂഷ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ചർമ്മരോഗങ്ങൾ വരാനായിട്ട് പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് മുഖക്കുരു കൂടുതലായിട്ട് വരും. ഒപ്പം തന്നെ നീർക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗാവസ്ഥകളും ഈ പിത്തപ്രകൃതിക്കാരനെ എളുപ്പത്തിൽ ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരക്കാര് ഭക്ഷണത്തിലും ജീവിത രീതികളിലും വരുത്തേണ്ടതായ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ തണുപ്പിക്കുന്ന, എപ്പോഴും കാമാക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ളതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ഇത്തരക്കാര് പ്രത്യേകമായിട്ട് അനുവർത്തിക്കേണ്ടതാണ്. ഇനി കഫദോഷ പ്രകൃതിക്കാരുടെ ചർമ്മത്തെ പറ്റി പറയുമ്പോൾ ഇത് വളരെ സോഫ്റ്റ്, ഷൈനിങ്, സിൽക്കി, ഓയിലി സ്കിൻ ഒക്കെ ആയിരിക്കും. വളരെ മാർദ്ദവമുള്ളതായിരിക്കും. അതുപോലെ കൊഴുപ്പിന്റെ അംശം വളരെ കൂടുതലായിരിക്കും. കൊഴുപ്പ് കൂടിയത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പല രോഗാവസ്ഥകളും ഇവരെ ബാധിച്ചേക്കാം. ഇവർക്ക് കൊഴുപ്പ് അമിതമായിട്ട് വർദ്ധിക്കുന്നത് കൊണ്ട് മുഖക്കുരും അതുപോലെ സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ആകാനായിട്ട് സാധ്യതയുണ്ട്. വിയർപ്പ് കൂടുതലായിരിക്കും. ഇവർക്ക് കൊഴുപ്പ് അമിതമായിട്ട് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളൊന്ന് ശീലിച്ചു കഴിഞ്ഞാലേ ഒട്ടനെ വളരെ പെട്ടെന്ന് തന്നെ മുഖക്കുരുവോ വലിയ കുരുക്കളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. കഫപ്രകൃതി ആയതുകൊണ്ടാണ്. ഇത്തരക്കാര് ഭക്ഷണ രീതികളിലും ജീവിത രീതികളിലും വരുത്തേണ്ടതായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, ശരീരത്തിന് സ്നിഗ്ധാംശം കൂടുതലായിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ആഹാര രീതികൾ, ജീവിത രീതികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ശരീരത്തിനെ കൂടെ ഡീടോക്സിഫൈ ചെയ്യുക. അതായത് ലാക്സേറ്റീവ് ഒക്കെ കഴിച്ച് വയറ് കഴുകുന്നതും ഒക്കെ ഇത്തരക്കാർക്ക് വളരെ ഉചിതമായിരിക്കും. പറഞ്ഞ സംഗതികളൊക്കെ പിത്തപ്രകൃതിക്കാരനും വാദപ്രകൃതിക്കാരനും അനുയോജ്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ മനുഷ്യ ശരീരം ഇത് മൂന്നും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വാദദോഷവും പിത്തദോഷവും കഫദോഷവും എല്ലാവരിലും ഉണ്ട്. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം വ്യക്തികൾക്കനുസരിച്ച്, പാരമ്പര്യ ഘടകങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ഭക്ഷണ രീതികൾക്കും സ്വഭാവ രീതികൾക്കും ജീവിത
ജീവിത രീതികൾക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ രോഗാവസ്ഥകൾ നിങ്ങളെ ബാധിക്കുന്നത്. ഇതൊന്ന് ചുരുക്കി വിവരിച്ചു എന്ന് മാത്രം കേട്ടോ. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ചർമ്മ സംരക്ഷണത്തിനായിട്ട് ശീലിക്കേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും പൊടിക്കൈകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് നിത്യജീവിതത്തിൽ നിത്യേന നിങ്ങൾക്ക് ശീലിക്കാവുന്ന ചില സംഗതികൾ പറയാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല, നിങ്ങളുടെ മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെയധികം സഹായകരമായ ചിട്ടകളാണ് ഈ പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം പറയാൻ പോകുന്ന സംഗതി തന്നെ ഒരുപാട് പേർക്ക് അത്ര ഇഷ്ടമായിക്കൊള്ളുന്നില്ല. അതായത് ഒരു 5:30 6 മണിക്ക് ഇടയ്ക്ക് രാവിലെ ഉണരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായ സംഗതി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക, ആ പ്രകൃതിയുടെ ആ സൈക്കിളില് ആ ചക്രത്തിൽ അങ്ങോട്ട് പെടുക. അപ്പൊ നമ്മള് മറ്റ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണർന്നെഴുന്നേക്കുന്ന ആ സമയത്ത് തന്നെ, ആ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഉണരുമ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങളും സ്വിച്ച് ഓൺ ആകുകയാണ്. ഈ 6 മണിക്ക് ശേഷം കഫദോഷം വർദ്ധിച്ചിരിക്കുന്നു, കഫകാലമാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കഫദോഷം അമിതമായിട്ട് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പുലർകാല സൂര്യോദയ സമയത്ത് തന്നെ ഉണരാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് 2 3 ആഴ്ച മുടങ്ങാതെ പതിവായിട്ട് ശീലിക്കാൻ സാധിച്ചാൽ തന്നെ അതിന്റെ വ്യത്യസ്തതകൾ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും. എഴുന്നേറ്റ് കഴിഞ്ഞ് പല്ലുവെപ്പൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 3 ഗ്ലാസ് നിശോഷിത ജലം എന്നാണ് പറയുന്നത്. അതായത് തിളപ്പിച്ച ആറിയ വെള്ളം ഒരു രാത്രി മുഴുവൻ സൂക്ഷിച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ വെറും വയറ്റില് 2 ഗ്ലാസ് അല്ലെങ്കിൽ 3 ഗ്ലാസ് ഇത്രയേ ഉണ്ടോ മാക്സിമം, ഇത് രാവിലെ അങ്ങോട്ട് കുടിക്കാം. അങ്ങനെ ആരംഭിക്കാം നമ്മുടെ ദിനചര്യകൾ. അതിനുശേഷം മോർണിംഗ് അബല്യൂഷൻ, പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ 5 10 മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഇത് ഉപയോഗിച്ചിട്ട് വായ്ക്കകത്തൊന്ന് റിൻസ് ചെയ്യുക, അണ്ട് തുപ്പിക്കളയുക. അതായത് ഓയിൽ പുള്ളിംഗ് എന്ന് പറയില്ലേ, ഇതിനായിട്ട് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എടുത്താൽ മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ആയുർവേദ തൈലം കൂടെ പറഞ്ഞുതരാം, അരിമേധാതി തൈലം. ഇത് 1 2 ടീസ്പൂൺ ഒന്ന് കുലുക്കുഴിഞ്ഞ് അങ്ങോട്ട് തുപ്പിക്കളയാം. ഇത് ഈ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ചിട്ടയാണ്. അത് നിത്യേന രാവിലെ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വായനാറ്റം അകറ്റുന്നതിന്, ദന്തരോഗങ്ങളും മോണരോഗങ്ങളും ഒക്കെ അകറ്റി നിർത്തുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തെ പോലും ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമാണ്. ദഹനേന്ദ്രിയ വ്യൂഹം ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ചർമ്മത്തിൽ റിഫ്ലക്ട് ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് ദിനചര്യ അധ്യായത്തില് ആയുർവേദാചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതികൾ പറഞ്ഞുതരാം. അതിൽ അടുത്ത ക്രമമായിട്ട് വരുന്ന സംഗതിയാണ് അഭ്യംഗം, അതായത് എണ്ണയിടല്. ഇതിനായിട്ട് വാദപ്രകൃതിക്കാരന് ശുദ്ധമായ നല്ലെണ്ണ ചൂടാക്കി എടുത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ബദാം ഓയിൽ ഒക്കെ ഉപയോഗിക്കുന്നതും ശ്രേഷ്ഠമാണ്. ഇനി പിത്തപ്രകൃതിക്കാരനാണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ മതി, വെളിച്ചെണ്ണ ചൂടാക്കി തേച്ച് കുളിക്കാം, അതും അനുയോജ്യമാണ്. ഇനി അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ദേശത്ത് ഏതാണ് സുലഭമായിട്ട് കിട്ടുന്നത്, ഏതാണ് പരിചിതമായതും നിത്യേന ഉപയോഗിക്കുന്നു ഏതാണോ അത് ശീലിക്കാൻ നടത്താം. അതുപോലെ തന്നെ കഫപ്രകൃതിക്കാരാണെങ്കിൽ കടുകെണ്ണയോ അതല്ലെങ്കിൽ വേപ്പെണ്ണയോ പോലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെയൊക്കെ ദുർഗന്ധമാണ്, ഒട്ടിപ്പിടിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു ഒഴിയുന്നവരുണ്ട്. ഇത്തരക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വിദ്യ കൂടെ പറഞ്ഞുതരാം. ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ദേഹപ്രകൃതിയും ദോഷസ്ഥിതിയും രോഗാവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് അനുയോജ്യമായ ഒരു കോമ്പിനേഷൻ തൈലങ്ങൾ, ഒരു തൈലക്കൂട്ട് നിശ്ചയിക്കുക. അതിനായിട്ട് 2 3 ആയുർവേദ തൈലങ്ങൾ ആ ഡോക്ടറുടെ യുക്തിക്ക് അനുസരിച്ച് നിശ്ചയിക്കുന്നതായിരിക്കും. അതെല്ലാം തുല്യ അളവിലെടുത്ത് ചെറുങ്ങനൊന്ന് ചൂടാക്കിയിട്ട് ഇളം ചൂടോടെ കഴുത്തിന് കീഴെ മേലൊട്ടാകെ തേച്ച് തലകൂടി ഒരു 1/2 മണിക്കൂർ സമയം ചെലവഴിക്കുക. അതിനുശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. അപ്പൊ ഇതൊക്കെ രാവിലെ അങ്ങോട്ട് ഈ ചിട്ട അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ശീലിക്കുമ്പോഴത്തേനും നിങ്ങളുടെ ജീവിതം മാറി മറയുന്ന കാണാം. കാരണം നിങ്ങൾക്ക് വളരെയധികം ഉണർവും ഉന്മേഷവും എനർജി, എന്തൂസിയാസം, നിങ്ങളുടെ ഡെയിലി റുട്ടീൻ തന്നെ മാറും. നിങ്ങൾക്ക് ഒരുപാട് സമയം ലഭിക്കുന്ന പോലെ തോന്നും. വാതപിത്ത കഫ ദോഷങ്ങൾ ബാലൻസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഒരു കോംപ്ലിമെന്റ് എന്നോണം നിങ്ങളുടെ ചർമ്മം തിളങ്ങുന്നതിന്, ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്, ചർമ്മത്തിന്റെ സോഫ്റ്റ്നെസ്, മാർദ്ദവം, എലാസ്റ്റിസിറ്റി ഇതൊക്കെ നിലനിർത്തുന്നതിനും സഹായകരമാവും. ഈ രീതിയിൽ അഭ്യംഗം, എണ്ണയിടല് നിത്യേന രാവിലെ ശീലിച്ചാൽ. ഇനി രാവിലെ കുളിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് സമയം ഒരു ഫേസ് പാക്ക് ഇടാം. വാദപ്രകൃതിക്കാരനെ ശീലിക്കാവുന്ന ഫേസ് പാക്ക്, പിത്തപ്രകൃതിക്കാരനെ ശീലിക്കാവുന്ന ഫേസ് പാക്ക്, കഫപ്രകൃതിക്കാരനെ ശീലിക്കാവുന്ന ഫേസ് പാക്ക്. ഇത് 3ഉം വേർതിരിച്ച് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. വാദപ്രകൃതിക്കാരനാണെങ്കിൽ ചന്ദനത്തിന്റെ ചൂർണം, മഞ്ഞളിന്റെ പൊടി, അതുപോലെ ഇരട്ടിമധുരപ്പൊടി ഇതെല്ലാം തുല്യ അളവിൽ എടുക്കുക. ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്ക് വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആമസോണിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി വാങ്ങിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ അടുത്തുള്ള അങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങിക്കാവുന്നതാണ്. ഇതെല്ലാം തുല്യമായിട്ട് എടുക്കുന്നു. ആവശ്യമുള്ളത്ര തിളപ്പിച്ചാറിയ പാല് ചേർത്ത് നന്നായിട്ട് ചാലിച്ചൊരു കുഴമ്പ് പോലെയാക്കുന്നു. ഇത് 3ഉം കിട്ടുകയാണെങ്കിൽ നല്ലത്, ഇനി ഏതെങ്കിലും ഒന്ന് മാത്രമായാലും മതി. എന്നിട്ട് ഒരു ഫേസ് പാക്ക് പോലെ തയ്യാറാക്കിയിട്ട് അത് ഫേസ് പാക്ക് മുഖലേപം ഇടുക. ഒരു 15-20 മിനിറ്റ് സമയം മാക്സിമം ഇടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ കഴുകിക്കളയാവുന്നതാണ്. സൈനസൈറ്റിസ്, മൂക്കടപ്പ്, തുമ്മല്, അലർജി ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം മതി. കാരണം ഇതൊക്കെ ഒരു കൂളിംഗ് പ്രോപ്പർട്ടീസ്, ശീതവീര്യമുള്ള ഔഷധദ്രവ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ തുമ്മലും ജലദോഷവും മൂക്കടപ്പൊക്കെ വർദ്ധിക്കാനായിട്ട് ഇടവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കേണ്ടതായിരിക്കും. ഇനി നിങ്ങൾ പിത്തപ്രകൃതിക്കാരനാണെങ്കിൽ റോസാപ്പൂവിന്റെ ദളങ്ങൾ, അതുപോലെ ആര്യവേപ്പിലയുടെ കൂമ്പലുകൾ, അതുപോലെ തന്നെ മഞ്ചട്ടിപ്പൊടി, മഞ്ചിഷ്ട എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുക, റൂബിയ കോഡിഫോളിയ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം, നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ കറ്റാർ വാഴയുടെ ജെല്ല്, ഇതൊക്കെ വീടുകളിൽ നട്ടു വളർത്താവുന്ന സംഗതിയാണ് കേട്ടോ. ഈ മഞ്ചട്ടിപ്പൊടി മാത്രമേ നിങ്ങൾക്ക് മേടിക്കേണ്ടതായിട്ട് വരുള്ളൂ. കറ്റാർ വാഴയുടെ പോള പൊളിച്ച ആ ജെല്ലി അത് ഇങ്ങോട്ട് സ്ക്രേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മഞ്ചട്ടിപ്പൊടിയും റോസാപ്പൂവിന്റെ ദളങ്ങളും ആര്യവേപ്പിലയുടെ തളിരിലകളും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച്
അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതുകൊണ്ടൊരു മുഖലേ വിടുക. ഇത് പിത്തപ്രകൃതിക്കാരന് വളരെയധികം അനുയോജ്യമാണ്. ആ മുഖക്കുരു ഒക്കെ വരുന്നതിന് നിയന്ത്രിക്കുന്നതിന്, ചർമ്മത്തിന്റെ ആരോഗ്യം കാത്തുരക്ഷിക്കുന്നതിന്, ആ തിളക്കവും എലാസ്റ്റിസിറ്റി ഒക്കെ നിലനിർത്തുന്നതിന് സഹായകരമാവുന്നതാണ്. പിത്തദോഷ പ്രകൃതിക്കാരനാണെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കുന്ന ഫേസ് പാക്ക് ഒരു 15-20 മിനിറ്റ് സമയം ഇടുക. അത് കഴിഞ്ഞാൽ ചെറുപയർ പൊടിയോ കടലമാവോ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. ഇതിൽ ഈ കറ്റാർവാഴയുടെ ജെല്ലുള്ളത് കൊണ്ട് ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടുന്നതാണ്, ഒരു കൺസിസ്റ്റൻസി വരുന്നതായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറോ അതല്ലെങ്കിൽ പാലോ തേനോ ചേർത്ത് കുഴമ്പ് പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ്. ഇനി കഫപ്രകൃതിക്കാരന് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പൊതുവെ എടുക്കാവുന്ന ചില ഒരു കോമ്പിനേഷൻ ആണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീടുകളിൽ താൽക്കാലിക ആവശ്യത്തിനൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇതൊക്കെ പല പല കണ്ടീഷൻസ് അനുസരിച്ച് ഒരുപാട് ആയുർവേദ ഔഷധ ദ്രവ്യങ്ങൾ പ്രയോഗിക്കാവുന്നതാണ്. പൊതുവായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഫപ്രകൃതിക്കാരാണെങ്കിൽ അവിടെ മഞ്ഞളിന്റെ പൊടി വേണം, ആര്യവേപ്പിലയുടെ ഉണങ്ങിയ പൊടി വേണം, അതുപോലെ തുളസിയില പൊടി വേണം, കൂടാതെ മുൾത്താണി മിട്ടിയും കൂടെ നന്നായിട്ട് തേനും കൂടെ ചേർത്ത് സ്മാഷ് ചെയ്തെടുക്കുക. ഇനി തേന് അനുയോജ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കൺസിസ്റ്റൻസിക്ക് ആയിട്ട് വേണമെങ്കിൽ അതിലേക്ക് അല്പം കടലമാവും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അത് ഒരു ഫേസ് പാക്ക് പോലെ ഇടാവുന്നതാണ്. ഒരു 15-20 മിനിറ്റ് സമയത്തിന് ശേഷം ചെറുപയർ പൊടി ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇതൊക്കെ പൊതുവെ ചെയ്യാവുന്ന ചില കോമ്പിനേഷൻസ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ ചർമ്മത്തിന് ഇത് അനുയോജ്യമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ തുടർന്ന് ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ഈ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ടുള്ള വെള്ളം തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഇപ്പൊ വാദസംബന്ധമായ രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറുന്തോട്ടി സമൂലം പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാം. അല്ലെങ്കിൽ പഴുത്ത പ്ലാവിലോ പേരയുടെ ഇലയോ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാം. കരിനൊച്ചിയുടെ ഇലയോ ആവണക്കലയോ കിട്ടുമെങ്കിൽ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാം. ഇതൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനയും നീർക്കെട്ടും കുറയുന്നതിന് സഹായകരവും. പക്ഷേ നമുക്ക് ഈ ചർമ്മ സംരക്ഷണത്തിനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ആര്യവേപ്പിലയും പച്ചമഞ്ഞളും ത്രിഫലത്തോടും അതുപോലെ രാമച്ചും ഒക്കെ ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഇളം ചൂടോടെ കുളിക്കുകയായിരിക്കും കൂടുതൽ ഉചിതം. അതുപോലെ തന്നെ ഈ സോപ്പും ഷാമ്പൂ ഒക്കെ ഒഴിവാക്കിയിട്ട് കടലമാവോ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം സോപ്പിന് പകരം. ഇനി നമുക്ക് കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ചില രാത്രികാല ചിട്ടകൾ മുഖചർമ്മത്തിന്റെ തിളക്കത്തിനായിട്ടും സൗന്ദര്യത്തിനായിട്ടും നിങ്ങൾക്ക് വീടുകളിൽ ശീലിക്കാവുന്ന ചില സംഗതികളാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു ജനറൽ ക്ലൻസിങ്ങിനായിട്ട് ചെറുതായിട്ടൊന്ന് പുരട്ടി മസാജ് ചെയ്യുന്നതിനായിട്ട് അലോവേര ജെല്ല് ഉപയോഗിക്കാം, പാൽ ഉപയോഗിക്കാം, റോസ് വാട്ടർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ തേൻ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് പുരട്ടി ഒന്ന് ജെന്റ്ലി മസാജ് ചെയ്തതിനു ശേഷം കഴുകി തുടച്ച് കളയണം. എന്നിട്ട് ഒരു ടോണർ എന്നുള്ള നിലയ്ക്ക് കുക്കുംബർ ജ്യൂസിൽ റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് അതിന് പുറകെ പുരട്ടി മസാജ് ചെയ്യുന്നതും നല്ലതാണ്. അതിനുശേഷം ഒരു നാച്ചുറൽ സിറം ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് അലോവേര ജെല്ല് പുരട്ടി കിടക്കാം. ഇനി അതല്ലെങ്കിൽ 3-4 തുള്ളി കുങ്കുമാതി തൈലം പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് രാത്രി കിടന്നുറങ്ങാം. രാത്രി കാലങ്ങളിൽ 8 മണിക്കൂർ തുടർച്ചയായിട്ട് കിടന്നുറങ്ങാനും ശ്രദ്ധിക്കണം. ഒരു ദിവസം കൊണ്ട് അതായത് രാവിലെ ഒരു 8 മണിക്ക് ഒരു 5 മണിക്ക് ഇടയ്ക്കായിട്ട് ഒരു 2-3 ലിറ്റർ വെള്ളം കുടിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം. രാത്രി കാലങ്ങളിൽ ഒരു 8 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. പകൽ സമയത്ത് കിടന്നുറങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതെല്ലാം പൊതുവെ എല്ലാവർക്കും ശീലിക്കാവുന്ന സംഗതികളാണ്. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ചർമ്മ സംരക്ഷണത്തിനായിട്ട് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ്, ഒഴിവാക്കിയിരിക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഭക്ഷണത്തിൽ ഒരുപാട് സംഗതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ വളരെ ചുരുക്കി വിവരിക്കാം. ഇതിനെപ്പറ്റി നമ്മൾ മുൻപും ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ചർമ്മ സംരക്ഷണത്തിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒക്കെ ഇവിടെ ഐ ബട്ടണിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ കയറി കണ്ടിരിക്കേണ്ടതാണ്. വളരെ ഉപകാരപ്പെടുന്ന വീഡിയോകളായിരിക്കും. അതിനുശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നിർബന്ധമായിട്ടും ചർമ്മ സംരക്ഷണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നെല്ലിക്ക നിത്യേന മിനിമം ഒരെണ്ണമെങ്കിലും നിത്യേന കഴിക്കുന്നത് ശീലാക്കുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു 4 നെല്ലിക്ക എടുത്തിട്ട് 4-5 നെല്ലിക്ക എടുക്കുക. അതിന്റെ കുരു കളഞ്ഞതിന് ശേഷം രാവിലെ അത് ജ്യൂസ് അടിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് സേവിക്കുന്നതും ചർമ്മ സംരക്ഷണത്തിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു സംഗതിയാണ് നെല്ലിക്ക പതിവായിട്ട് സേവിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞളിന്റെ പ്രയോഗം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുമ്പോൾ മഞ്ഞൾ കൂടുതലായിട്ട് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ മഞ്ഞളിന് ആധുനിക രീതിയിലും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ആന്റി മൈക്രോബിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ എഫക്ട്സ് ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളും രക്തശുദ്ധി വരുത്തുന്നതിന്, രക്തദൂഷ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് രോഗാവസ്ഥകൾ ചികിത്സിക്കുന്നതിന് ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിലൊരു പ്രധാന ഘടകം തന്നെയാണ് മഞ്ഞൾ. മഞ്ഞളുടെ പ്രാധാന്യം അത്രമാത്രം വ്യക്തമാണെന്ന് അർത്ഥം. അപ്പൊ അതുകൊണ്ട് മഞ്ഞളുടെ ഉപയോഗം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതും ചർമ്മ സംരക്ഷണത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പഴങ്ങളും പച്ചക്കറികളും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഹെൽത്തി നട്ട്സ് അതായത് ആൽമണ്ടും കാഷ്യൂ പിസ്തയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഗ്സ്, അത്തിപ്പഴം, ഡേറ്റ്സ്, ഉണക്കമുന്തിരി, ആപ്രിക്കോട്ട് ഇത്തരം സംഗതികളൊക്കെ ഭക്ഷണത്തിൽ കഴിയുന്നത്ര ചെലവേറിയതാണ്. പക്ഷെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന സംഗതിയാണ്. നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം പങ്കുവഹിക്കുന്ന സംഗതികളാണ് ഇതെല്ലാം തന്നെ. ദഹനേന്ദ്രിയ വ്യൂഹം ശക്തിപ്പെടുന്നു, ദഹനം കൃത്യമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ചർമ്മത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പല രീതിയിലുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പശു നെയ്യ് കൂടുതലായിട്ട് ചേർക്കുന്നതും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അത് നമ്മുടെ ചർമ്മത്തിന്റെ സ്വാഭാവിക സ്നിഗ്ധത നിലനിർത്തുന്നതിന് സഹായകരമാകുന്നു. പ്രത്യേകിച്ചും വാദപ്രകൃതിക്കാരനായിട്ടുള്ളവർക്ക് വാദപ്രകൃതി കൊണ്ടുണ്ടാവുന്ന ആ ഡ്രൈ സ്കിന്നെ, ആ രൂക്ഷത നിയന്ത്രിക്കുന്നതിന് ഈ നെയ്യിന്റെ ഉപയോഗം തീർച്ചയായിട്ടും സഹായകരമാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയല്ല.
പക്ഷെ ചർമ്മ സംരക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാലിച്ചോ കാര്യമായ മാറ്റങ്ങൾ വരുത്തും. അതായത് ഒഴിവാക്കിയിരിക്കേണ്ട സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ വറുത്ത സംഗതികൾ, വറുത്തതും പൊരിച്ചതായിട്ടുള്ള പല സംഗതികൾ, ഉഴുന്നുവടയും പഴംപൊരിയും പരിപ്പുവടയൊക്കെ ഇതിൽ പെട്ടതാട്ടോ. കളറുകളും പ്രിസർവേറ്റീവുകളും നിറത്തിനും മണത്തിനും ഗുണത്തിനും ഷെൽഫ് ലൈഫിനും ഒക്കെ ആയിട്ട് പലതരം കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ, ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. കൂടുതലായിട്ട് ഉപ്പും എരിവും പുളിയും എണ്ണയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു സംഗതിയും ചർമ്മത്തിന് ഗുണകരമായിരിക്കില്ല. അടുത്തതായിട്ട് ഈ ചായയുടെയും കാപ്പിയുടെയും അമിതമായിട്ടുള്ള ഉപയോഗം, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ, മധുര ശീതള പാനീയങ്ങൾ, കളറുകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സംഗതികളെ ഇതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റിഫൈൻഡ് ഷുഗർ, വൈറ്റ് ഷുഗർ, പഞ്ചസാര. ഇത് പരമാവധി ഒഴിവാക്കുക. നാച്ചുറൽ ഷുഗറിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതിനായിട്ട് ധാരാളം പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ദഹനേന്ദ്രിയ യോഗത്തിനും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ചർമ്മത്തിന്റെ തിളക്കം, സ്വാഭാവികമായിട്ടുള്ള ആ ചർമ്മത്തിന്റെ സോഫ്റ്റ്നെസ്സും മൃദുത്വവും ചുളിവുകൾ വരാതെ സംരക്ഷിക്കുന്നതിനും എല്ലാം സഹായകരമാണ് പഴങ്ങൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ വീഡിയോകൾ പതിവായിട്ട് കാണുന്നവർക്കെല്ലാം തന്നെ മനഃപ്പാടമായിരിക്കും. അതായത് രാത്രികാലങ്ങളിൽ 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം. നല്ലൊരു മനസാന്നിധ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ദേഷ്യം, അസൂയ, വൈരാഗ്യം ഇതെല്ലാം തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെയും ചർമ്മത്തെയും ബാധിക്കുന്നതായിരിക്കും. അതുപോലെ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം ഇത്തരം സംഗതികൾ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ കാര്യമായി സ്വാധീനിക്കുന്ന സംഗതികളാണ്. ധരിക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ പരുത്തി കൊണ്ട് കോട്ടൺ ഡ്രസ്സ് പ്രിഫർ ചെയ്യുക. അത് പ്രത്യേകിച്ച് ഇന്നർ വയറുകളൊക്കെ 100% കോട്ടൺ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള, എളുപ്പം ദഹിക്കുന്ന, നന്നായിട്ട് പാചകം ചെയ്ത ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രഷ് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലൊക്കെ തണുപ്പിച്ചും ഓവനിൽ ചൂടാക്കിയൊക്കെ ആഴ്ചകളോളം മാസങ്ങളോളം ഭക്ഷണങ്ങൾ ശീലിക്കുന്നവരുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന്, ദഹനേന്ദ്രിയ യോഗത്തിന്, ഇമ്മ്യൂണിറ്റിക്ക്, ചർമ്മ സംരക്ഷണത്തിനും തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നതായിരിക്കും. ഇതൊക്കെ ഇമ്മീഡിയറ്റ്ലി 1 or 2 ഡേയ്സിലല്ല, നിങ്ങൾ പതിവായിട്ട് ലോങ് റണ്ണിൽ ചർമ്മ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കാര്യമായ പങ്ക് വഹിക്കുന്ന സംഗതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുപോലെ ചർമ്മ സംരക്ഷണത്തിനായിട്ട് വളരെ പ്രയോജനപ്പെടുന്ന, പ്രത്യേകമായിട്ട് മുഖചർമ്മത്തിന്റെ ആരോഗ്യം കാത്തുരക്ഷിക്കുന്നതിന്, ആ തിളക്കം നിലനിർത്തുന്നതിന്, സ്കിൻ ടാക്സ് ഒക്കെ അകറ്റി നിർത്തുന്നതിന്, ആക്ടിൻ, പിമ്പിൾസ് ഒക്കെ അകറ്റി നിർത്തുന്നതിന് സഹായകരമായ ഒരു സംഗതിയാണ് ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്റ്റീം ഇൻഹലേഷൻ. അതിനായിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ അതില് പച്ചമഞ്ഞളും ആര്യവേപ്പിലയും റോസ് വാട്ടറും തുളസിയിലേക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് ആവി കൊള്ളുന്നത് തീർച്ചയായിട്ടും സഹായകരമാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ്. പലതരത്തിലുള്ള ചർമ്മരോഗങ്ങൾ അകറ്റി നിർത്തുന്നതിന്, നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യം കാത്തുരക്ഷിക്കുന്നതിന് സഹായകരമായ രീതിയിൽ നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോകൾ കയറി കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഇത്തരം അറിവുകൾ പതിവായിട്ട് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഡോക്ടർ സേവ്യർ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.